എന്തു പറ്റിയടേ? കുറച്ചു നേരം മുമ്പ് ഈ പെൺകുട്ടിയെ ഒരു കാർ വന്നിടിച്ചിട്ട് നിർത്താതെ പോയതാ. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? പിന്നെ വാദി പ്രതിയാവുന്ന കാലവാ. അനിയൻ ചെല്ല്. Who is this fellow? Bloody rascal. താൻ എന്താണോ ഈ കാണിക്കുന്നേ? കാശൊന്നുമില്ല. പോടാ. ആന്റി, ലച്ചു എവിടെ? അവൾ ഡ്രസ് ചെയ്യാനായി മുറിയിലേക്ക് പോയി. ഇപ്പൊ വരും. നിങ്ങൾക്കെന്താ കുടിക്കാൻ വേണ്ടത്? എന്തായാലും മതി ആന്റി. എന്നാ എല്ലാവർക്കും ജ്യൂസ് എടുക്കാം. ശരി ആന്റി, പക്ഷേ എനിക്ക് ഉപ്പിട്ടാ മതി. ഉപ്പോ? ആ, വെറുതെ പറഞ്ഞതാ. എല്ലാവർക്കും ജ്യൂസ് എടുത്തു ആന്റി. ശരി. 2 പരിപാടിയും കൂടെ എടുത്ത ആന്റി. ഒന്നടങ്ങി മിണ്ടാതിരി. എന്താ പറഞ്ഞാലും അപ്പ കാണും ഒരു തീറ്റി കാര്യം. നീ ഏത് ജ്യൂസിന്റെ കാര്യമാടാ പറഞ്ഞത്? ഞാൻ ലെമൺ ജ്യൂസ് സാധാരണ ഉപ്പിട്ടാ കുടിക്കുന്നത്. എനിക്ക് അതാ ഇഷ്ടം. ഒരൊറ്റ അടി വെച്ചതാണല്ലോ. നീ ഇത്ര നാളെ കുടിച്ച ലൈം ജ്യൂസ് എല്ലാം വിളിച്ചാടും പറഞ്ഞേക്കാം. അപ്പൊ ആന്റി പറഞ്ഞത് ലെമൺ ജ്യൂസിന്റെ കാര്യമല്ലേ? താങ്ക്സ് ആന്റി. ആന്റി, അങ്കിളിന് സുഖം തന്നെയല്ലേ? അതെ, അങ്കിൾ ഒരു പക്ഷേ അടുത്ത മാസം വന്നേക്കും. ഇന്നാടി പഹയത്തി, ഇത് നമ്മളോട് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടി നമ്മൾ തരുന്നതാ. ഹാപ്പി ബർത്ത്ഡേ ലച്ചു. ഹാപ്പി ബർത്ത്ഡേ ലച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെനി മെനി ബ്യൂട്ടിഫുൾ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സുഗുണോ, വേണ്ട വേണ്ട. പോടാ പോടാ. താങ്ക് യു കാർത്തി. താങ്ക് യു സോ മച്ച്. എന്നാ നമുക്ക് കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ലച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ജെനി, നീ ആ ഗിറ്റാർ എടുത്തൊന്ന് പ്ലേ ചെയ്തേ. ഇവൻ ഇതൊക്കെ പ്ലേ അറിയാൻ പോട്ടെ ലച്ചു. നീ എന്താ വിചാരിച്ചെന്നെ പറ്റി? ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. നീ കണ്ടോടെ സുഗുണ? ജെനിഫറെ, വെറുതെ എന്റെ സ്വഭാവം മാറ്റല്ലേ. എനിക്ക് നല്ലൊരു പേരുണ്ട്, കാർത്തിന്ന്. അതങ്ങ് വിളിച്ചാ മതി, പറഞ്ഞേക്കാം. കാർത്തി പോട്ടടാ, നീ അത് വിട്. ഓളൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ മച്ചു, ഓളോ തട്ടോട്ടേക്കുന്ന കണ്ട ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല. തട്ടം മാറുന്തോറും പെണ്ണിന്റെ മൊഞ്ച് കൂടി കൂടി വരുവാ. പിന്നെ നീ ആര് നിവിൻ പോളിയാ? ഒരടി വെച്ചാന്നല്ലേ, അപ്പോഴും ചുറ്റുമുള്ള ഒന്നും കാണൂല. ലച്ചു, അടുത്ത എന്താ പരിപാടി? നമുക്കെന്നാ ബീച്ചിൽ പോയാലോ? ശരി, എന്നാൽ ലച്ചുവിന്റെ ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ട് വെച്ച് പിടിക്കാം. എന്താ? ശരി, പോകാം. അതിന് ഇജ്ജെന്തിനാണ് ഇത്ര മസില് പിടിക്കുന്നത്?
മച്ചൂടാ വെട്ടോ അടിക്കുന്നതാ, കൈയൊന്ന് പിടിച്ചേ. പൊക്കി വെച്ചെടുത്താണ്. കിട്ടും കിട്ടും. ആ മച്ചൂടാ ക്യാമറ നോക്കിയടാ, ഞാൻ നിവിൻ പോളി തന്നെ. നീ പോടാ. എന്നാ നീയും പോടാ. പതുക്കെ പതുക്കെ. ആ ഓക്കെ. വാടാ അങ്ങോട്ട് പോവാ. മച്ചു എന്താടാ? ഓക്കെ. എടി ലച്ചു, ലച്ചു എന്താ? എന്ത് പറ്റി ലച്ചു? എനിക്ക് പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ ഛർദ്ദിക്കാൻ തോന്നി. അയാൾ എന്ത് വൃത്തികെട്ട മനുഷ്യനാ, എന്തൊരു നാറ്റം അയാൾക്ക്. അയാൾ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടോ? അപ്പൊ അയാളെ നിനക്കറിയാവോ? അയാളൊരു മന്ദബുദ്ധിയാ. ചെവി കേൾക്കുകയും സംസാരിക്കത്തെ ഒന്നുമില്ല. ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. നീ എന്തായാലും ബാ, നമുക്ക് എല്ലാവർക്കും പോയി ഐസ്ക്രീം വാങ്ങി കഴിക്കാം. അപ്പൊ അതിന്റെ ഛർദി മാറും. ബാ. മച്ചു നോക്കിയേ. ഇങ്ങോട്ടാണല്ലോ. എന്താണ് പൊട്ടാ നിനക്ക് വേണ്ടത്? മാറിപ്പോടാ. നിന്നോടല്ലേടാ പറഞ്ഞ മാറിപ്പോകാൻ? വേണ്ട കാർത്തി, ഈ ഐസ്ക്രീം കൊടുത്താ മതി, അയാള് പോയിക്കോളും. എന്നാ അനക്കൊരു ഐസ്ക്രീം വേണ്ടടാ, ബാ വേറെ മേടിക്കാം. അടിയാ നീ സുന്ദരനായി പോയല്ലടാ. എന്തുവാടാ നിന്റെ ഗ്ലാമറിന്റെ രഹസ്യം? നീ കൂടെ പറഞ്ഞാ ഒന്ന് സുന്ദരനായിക്കോട്ടെ. ഫെയർ ഹാൻഡ്സ് ഒക്കെ ആയിരിക്കും വാങ്ങിച്ച് തേക്കുന്നത്. നോക്കടാ, കിട്ടില്ല പീസുകൾ. എന്തോടാ നീ പറഞ്ഞത്? കിടിലൻ പീസോ? വിട്ടോടാ. അടിച്ച് നിന്നെ പോടാ. അയ്യോ, നിനക്ക് അപ്പോഴേ എന്നെ വിളിച്ചുകൂടായിരുന്നു? ഞാൻ വന്നതല്ലേ. ഉടനെ ഇയാൾ ഒറ്റ. അയ്യോ, എന്റെ ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ബ്രേസ്ലെറ്റോ? ഇഞ്ചി സമ്മാനപ്പെടും, ഞമ്മക്കത് നോക്കാം. ദേ കാർത്തി നോക്കിയടാ. അയ്യോ, എന്റെ ചെയിൻ ദേ, അയാൾ മോഷ്ടിച്ചതാവും. പൊട്ടാ, ഇതിനായിരുന്നോടാ നീ ഞങ്ങളുടെ പുറകെ നടന്നത്? വേണ്ടടാ, വേണ്ട കാർത്തി. മതി മതി, നിർത്ത. മതി കാർത്തി, നീ അവനെ തല്ലണ്ട. വിട്ടേക്ക് വിട്ടേക്ക് കാർത്തി, വിട്. മതിയടാ കാർത്തി, ഇനി തല്ലണ്ട, അയാള് ചത്തു.
ഇതാ പേഷ്യന്റ് ഓർണമെന്റ്സാ. ഓ, പേരൻസ് ആണല്ലേ, ഭയപ്പെടാനൊന്നുമില്ല. നൗ ഷീസ് ഓൾ റൈറ്റ്. ദേ, ആ മനുഷ്യനാണ് നിങ്ങളുടെ മകളെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ കയറി കാണാം. ആ, നിങ്ങൾ കാരണമാണ് എൻ്റെ മകൾ രക്ഷപ്പെട്ടത്. ഇതെന്റെ മകളുടെ ജീവന് പകരമായില്ല എന്നറിയാം, എന്നാലും ഇത് വാങ്ങണം. മോനെ, ആ ബിസ്ക്കറ്റ് അങ്ങ് കൊടുത്തേക്ക്. എന്താ അങ്കിൾ, എന്താ വണ്ടി ഒന്ന് തട്ടിയതാ. എന്റെ മോളെ രക്ഷിച്ചത് ആ പോയ മനുഷ്യനാണ്. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമെങ്കിലും അപകട സമയത്ത് രക്ഷിക്കാൻ ഇതുപോലുള്ള ചില ആളുകളെ ഉണ്ടാവും. പാവം, ആ മനുഷ്യനെ ദൈവം തുടങ്ങിട്ടെ. പുത്തൻ തലമുറ ജീവിക്കുന്നത് സ്വപ്നവേഗങ്ങളിലാണ്, സ്വപ്നലോകത്താണ്. യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്രയോ ദൂരം. ശരവേഗം പോലെ പായുന്ന ഈ നവയുഗത്തിൽ ജന്മം നൽകിയവരെ പോലും തമസ്കരിക്കുന്ന ഈ കൃത്രിമ ലോകത്ത് ബന്ധങ്ങളുടെ വില എത്രയോ തുച്ഛം. കാലപ്രയാണത്തിനിടയിൽ നാം മറന്നുപോകുന്ന ബന്ധങ്ങളുടെ മൂല്യങ്ങളും ഇഴയറ്റുപോകുന്ന കണ്ണികളുടെ ഇടർച്ചയും നാം അറിഞ്ഞേ മതിയാകൂ.